ചായ. അമ്മ രാവിലെ എവിടേക്കാ പോയത്? അമ്പലത്തിലേക്കാവും, അല്ലാതെ എവിടേക്കാ? അമ്പലത്തിലേക്കാന്നും പറഞ്ഞ് ഇനി ഞാൻ ജോലിസിനടുത്തേക്ക് എങ്ങനെയാണെന്ന് എന്റെ പേടി. ഏയ്, നമ്മള് വഴക്കു പറയുന്നുള്ളത് കൊണ്ട് കുറച്ചു നാളത്തേക്ക് എന്തായാലും ആ വഴിക്ക് പോവില്ല. മാളു കുറച്ചൊക്കെ മാറാൻ തുടങ്ങിയത് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണെന്ന് അമ്മ പറയുന്നത്. ക്രെഡിറ്റ് ആര് വേണേലും എടുത്തോട്ടെ, അവളൊന്ന് ഓക്കെ ആയി കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ ആ കാര്യത്തിൽ എനിക്കും കുറച്ച് പ്രതീക്ഷയും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഡെയ്സി ടീച്ചർക്കും മോനും തക്ക സമയത്ത് തന്നെയാ ഇവിടെ വരാൻ തോന്നിയത്. അത് നേരാ. ആദ്യമൊക്കെ അവരോട് ഇതൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ സംശയിച്ചിരുന്നതാ. പക്ഷെ അത് നന്നായി ഇപ്പൊ തോന്നുന്നു. ഏതായാലും ആ പയ്യൻ മിടുക്കനാ അല്ലേ ജോബിൻ? അത് പിന്നെ ടീച്ചറുടെ മോനല്ലേ, ആ ഗുണം കിട്ടാതിരിക്കില്ലല്ലോ. പാവം ടീച്ചർ. നമ്മളും വിപേട്ടനുമായി ഇങ്ങനൊരു അകൽച്ച ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും VP എന്താ അപ്പുവിന്റെ കാര്യം ടീച്ചറിനോട് പറയാതിരുന്നേ? അതിനൊരിക്കലും വിപേട്ടനെയും ഗീതേച്ചിയും കുറ്റം പറയാൻ പറ്റില്ല. കഴിയുന്നതും ഇങ്ങനൊരു കാര്യം എല്ലാവരെയും നിന്നും മറച്ചു വെക്കാനല്ലേ എല്ലാവരും നോക്കൂ. അതുകൊണ്ടാ ഞാനും ടീച്ചർ ചോദിച്ചിട്ട് അക്കാര്യം വിട്ടുപറയാതിരുന്നത്. പക്ഷെ എന്റെ ബലമായ സംശയം അപ്പുവിന്റെ കാര്യത്തിൽ ടീച്ചറിനും ജോബിനും എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ടെന്നാ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളായിട്ട് അതൊന്നും ടീച്ചറെ അറിയിക്കാൻ പോവണ്ട. ടീച്ചറായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മതി. ആ മാളു, നീ ഇതെവിടേക്കാ? ഇന്നു മുതല് കോളേജിൽ പോയി തുടങ്ങാന്ന് വിചാരിക്കാം. അതെന്താ നീ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞങ്ങളോടൊന്നും പറഞ്ഞതുപോലും ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലഞ്ച് റെഡിയാക്കില്ലായിരുന്നോ? അത് സാരമില്ല, ഞാനിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എക്സാം എടുത്ത് വരികയല്ലേ, വെറുതെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. അതെന്തായാലും നന്നായി. ഇപ്പോഴെങ്കിലും നീ അതിനെപ്പറ്റി ആലോചിച്ചല്ലോ, അത് നല്ല തീരുമാനം. മോളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാനും ഇറങ്ങാൻ പോവാ. ഈ ഡ്രസ് ഒന്ന് മാറ്റി വരേണ്ട താമസം. ഞാൻ നിന്നെ കോളേജ് ഡ്രോപ്പ് ചെയ്യാം. വേണ്ടച്ചാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവൾ അവളുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ മുരളിയേട്ടാ, അതാ നല്ലത്. ഞാൻ ഇറങ്ങാം. ശരി. എന്താ മുരളിയേട്ടാ ഒരു ടെൻഷൻ പോലെ? അല്ല, മാളു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് കോളേജിലേക്ക് പോയപ്പോ ഒരു സംശയം. അപ്പു എങ്ങനെ ഇതിന്റെ പിന്നിൽ? ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല മുരളിയേട്ടാ. എങ്കിൽ പിന്നെ അവക്കത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇനിയിപ്പൊ അപ്പു കോളേജിലുണ്ടെങ്കിലും മാളു അവളുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ വലിയ ഇഷ്യൂ ആക്കി എടുക്കാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവർ കോളേജിൽ വെച്ച് കാണുകയോ മിണ്ടുകയോ എന്തു വേണേ ചെയ്തോട്ടെ, അത് അവിടെ കൊണ്ട് തീരുമല്ലോ. പഴയതുപോലെ ഏതു നേരം ഒരുമിച്ചുണ്ടാവണമെന്ന് വാശി പിടിക്കില്ലല്ലോ രണ്ടാളും. നമ്മള് കൂടുതൽ സ്ട്രിക്റ്റ് ആവാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അല്ലാതെ തന്നെ അവര് നമ്മുടെ ശ്രദ്ധയിലുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നിയാ മതി, അതാ നല്ലത്. ഏതായാലും അവൾ ഇത്രയെങ്കിലും മാറ്റം കണ്ടു തുടങ്ങിയല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. ആ പിന്നെ ഞാൻ ജോബിനെ ഒന്ന് വിളിച്ചു വിവരം പറയട്ടെ. ആഹാ, മുരളിയേട്ടൻ അപ്പോഴേക്കും ജോബിന്റെ ഫാനായോ? ഫാനൊന്നുമല്ല, എങ്കിലും ആ പയ്യൻ കൊള്ള അശ്വതി. അയാൾ പറഞ്ഞതുപോലൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നുണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷം. അത് അയാളെ ഒന്ന് വിളിച്ചു പറയാമെന്ന് കരുതി, അത്രേ ഉള്ളൂ.